അല്ല ഇജ്ജ് പറഞ്ഞോ? അല്ല ഇയ്യാണ് തുടങ്ങിയത്. പറഞ്ഞു ഇജ്ജ് പറഞ്ഞോ. നമ്മൾ ഓൾറെഡി അറിയുന്ന ആൾക്കാരായിരുന്നു. ഐ മീൻ റിലേറ്റീവ്സ് ആണ്. പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടാകുമ്പോൾ ജസ്റ്റ് കാണും, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം ആ ഒരു ബന്ധം മാത്രമാണ് ഉണ്ടായിരുന്നത്. പിന്നെ അതിന് ശേഷമാണ് ഇങ്ങനത്തെ ഒരു അഫെയറിലോട്ട് വന്നത്. ആ ഞാൻ വന്നു. എങ്ങനെയാന്ന് വെച്ചാല് 2 years back ആണ് ആദിക്ക വന്നത്. ആദിക്ക എന്ത് ചെയ്ത് അത് ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചു. എനിക്കറിയില്ല എന്നോട് എങ്ങനെ മെസ്സേജ് അയച്ചാല് ഒരു മോഡൽ എന്നുള്ള രൂപത്തിൽ എനിക്ക് അയച്ചിരുന്നത്. അതിനൊന്നും താല്പര്യമില്ല, അത് കാര്യമില്ല, നമുക്ക് ഉണ്ടാക്കാനാണ്. അങ്ങനെ ഞാൻ ഓരോ സ്റ്റോറി വെക്കുമ്പോഴും എനിക്ക് മെസ്സേജ് അയക്കാൻ അങ്ങനെ ഓരോ കാരണം ഉണ്ടാക്കും. അങ്ങനെ അയച്ച് പിന്നെ എന്നോട് പറഞ്ഞ റീസൺ ഇഷ്ടമാണ് എന്നുള്ളത്. ലവ് നമ്മളോട് പറഞ്ഞൊരു ദിവസം അതെനിക്ക് വലിയൊരു ഷോക്കേനി. കാരണം ഞാൻ പോലും അറിഞ്ഞിട്ടില്ല. അതെ, നിങ്ങളൊരു അമ്മായിന്റെ മോനെ എനിക്ക് ഇഷ്ടമാണ്, നമ്മള് ഇതായിട്ടാണ് കല്യാണം കഴിക്കാൻ ഓനിങ്ങനെ ചോദിച്ചു വന്നാണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ അപ്പൊ ഞാൻ ഷോക്കായിട്ട് ആരാണ് എന്താണെന്നുള്ള അപ്പോഴും ഞാൻ ഇവനെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല സത്യം പറഞ്ഞാല്. പിന്നെ ഓള് വീണ്ടും നിങ്ങളെ ചെറിയ അമ്മായിന്റെ മോനാണെന്ന് പറഞ്ഞപ്പോ ഭയങ്കര ഷോക്കായി. പിന്നെ അവസാനം ഞാൻ വീണു അത്ര തന്നെ. നടന്ന് ഞാൻ വീണു. ചെറുപ്പം തൊട്ടേ ഞങ്ങൾ ഒപ്പം കളിച്ചു വളർന്ന ഒരാൾക്കാരാണ്. അത് വെച്ച് പറയുകയാണെങ്കിൽ അത് കുറച്ച് ദേഷ്യവാശിയൊക്കെ ഉള്ള ഒരാളാണ്. പക്ഷെ പച്ചപ്പാവാണ്. സ്നേഹിച്ചാ നമ്മൾ സ്നേഹിച്ച് കൊല്ലും, അങ്ങനത്തെ ഒരാളാണ്. പപ്പന്റെ ഓമനക്കുട്ടി കേട്ടോ ഒക്കെ പറഞ്ഞോട്ടെ. ഞാനയച്ചാണ് ഉടക്കുക, എന്നാലും പപ്പായിട്ട് ഉടക്കിയാലപ്പം തന്നെ ഭയങ്കര ഇതാ. എന്നാലും ഭയങ്കര സ്നേഹമാണ് അങ്ങോട്ടും കൊണ്ടും. കല്യാണം കഴിച്ചു വിടുമ്പോൾ ഒരു വിഷമം അതുണ്ട്. ഇതുവരെ നമുക്ക് സ്വന്തം അല്ലേ. ഫാത്തിമ ശർമ്മ എന്നവളെ ഈ സ്വർണ്ണാഭരണങ്ങൾ മഹറിന് പകരം വിവാഹം ചെയ്തു തന്നു ഇണയായി തന്നു. അത് ഓർക്കുമ്പോ തന്നെ കരച്ചിൽ വരിക അല്ലേ. ഇതുവരെ നിങ്ങൾക്ക് സ്വന്തമായിരുന്നുള്ള ഒരു അധികാരം അല്ലേ. അതാണ് നമ്മൾ ഇത്രയും പോറ്റി വളർത്തി നമ്മൾ വേറൊരാൾക്കണ്ട് കൊടുക്കുകയാണല്ലോ. ഇനിയിപ്പോ വേറൊരാളെ കയ്യിലേക്ക് ഏൽപ്പിക്കല്ലേ, അതിന്റെ എന്താ പറയാ അല്ലേ, ഒരു ഫീൽ തന്നെ. വരാൻ പറ്റുന്ന വാക്കുകളില്ല. ഒരുപാട് കാലത്തോട് കാത്ത് കിട്ടിയൊരു മുതലാണ് അവളെ ആദിക്ക. ഡ്രീം കം ട്രൂ എന്നൊക്കെ പറഞ്ഞാല് സ്റ്റേജ് മുക്കോളെ എൻട്രിക്ക് കയറുന്ന സമയത്ത് ഓളെ കണ്ണ് നിറഞ്ഞ സമയത്ത് ഞങ്ങൾക്കൊക്കെ പെട്ടെന്ന് വിഷമമായി. കാരണം ഞങ്ങൾക്ക് അറിയാം എത്രത്തോളം ഒരു ലവിലോളം എഫേർട്ട് ഇടുന്ന ഒരാളാന്നുള്ളത്. അത് കണ്ട സമയത്ത് ഞങ്ങൾക്ക് നല്ല വിഷമമായി. അറ്റ് ലാസ്റ്റ് ദ ഡ്രീം കം ട്രൂ പറഞ്ഞ പോലെ ആയി. സെലക്ട് ചെയ്ത് അവരിഷ്ടപ്പെട്ട് പരസ്പരം മനസ്സിലാക്കി അല്ലേ, അങ്ങനെ തന്നെയല്ലേ. അപ്പം ഞങ്ങൾക്കും കാണിച്ചെന്ന് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ഞങ്ങൾ നടത്തി, അത്രേ ഉള്ളൂ. നല്ല സന്തോഷമായിട്ട് ജീവിതം നയിക്കാൻ എത്തിക്കട്ടെ തന്നെ നമ്മളെ പ്രാർത്ഥന എപ്പോഴും അവർക്കുണ്ടാവും. तुझ पे ही आकर ठहरा दिल ये मेरा, बाहों में
ഐ നോ വാട്ട് ദേ ഫീൽ. ഇത്ര കാലം ഒപ്പം വളർന്ന ഒരാൾ ഇനി പോവാണ് വേറെ ലൈഫിലേക്ക്. സോ ആ ഒരു ഭാഗം നമുക്കിങ്ങനെ പോകുന്നതിൻ്റെ ഒരു വിഷമം ചെറുതായിട്ടുണ്ടായിരുന്നു. പക്ഷെ നല്ല ഹാപ്പി ലൈഫിലേക്ക് അവൾ പോകുന്നതെന്നുള്ള ഞങ്ങൾക്ക് ഉറപ്പാണ്. സോ ഹാപ്പി മാരീഡ് ലൈഫ് ഷിമു ആൻഡ് അദിക. शुक्रा किया तेरे इश्क का, शुक्रा किया कि तू मिला, शुक्रा किया तेरे इश्क का, शुक्रा किया കുറെ ബ്രേക്ക് ത്രൂ പ്രോബ്ലംസ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പക്ഷെ അതിനുള്ള സ്നേഹവും സ്നേഹമായിട്ടല്ല ഇതുവരെ എത്തിയത്. എങ്ങനെയല്ല നമുക്കൊരു പ്രോമിസ് ഉണ്ട് കഴിഞ്ഞാൽ എന്ത് പറ്റിയാലും നമ്മുടെ ബന്ധത്തിനൊരു കോട്ടം പറ്റൂല. ആ ഒരു ബ്രേക്ക് ത്രൂല് ഇങ്ങനെ. അപ്പൊ അതുകൊണ്ട് എന്തായി ഇപ്പൊ അൽഹംദുലില്ലാ നിക്കാഹ് വരെ എത്തി. നിക്കാഹ് കഴിഞ്ഞ് ഇനി ഉഷാറായിട്ട് മുന്നോട്ട് പോട്ടെ ഇൻഷാ അല്ലാഹ്.